പ്രിയമുള്ളവരെ, 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: സാമുവേലിൻ്റെ വാക്ക് ഏതു ദേശക്കാർ മുഴുവൻ ആദരിച്ചു? ഇസ്രായേൽക്കാർ. സാമുവേലിൻ്റെ കാലത്ത് ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? ഫിലിസ്തീർ. സാമുവേലിൻ്റെ കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? എബനേസറിൽ. സാമുവേലിൻ്റെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന ആരാണ് അഫെക്കിൽ പാളയമടിച്ചത്? ഫിലിസ്തീർ. സാമുവേലിൻ്റെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന ഫിലിസ്തീർ യുദ്ധകളത്തിൽ വച്ചു തന്നെ എത്ര ആളുകളെ വധിച്ചു? 4000-ഓളം. ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? ആരുടെ വാക്കുകൾ? ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ. ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു എന്ന് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എപ്പോഴാണ്? യുദ്ധകളത്തിൽ നിന്ന് ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ. നമുക്ക് ഷീലോയിൽ നിന്ന് എന്തു കൊണ്ടുവരാമെന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം എവിടെ നിന്ന് കൊണ്ടുവരാമെന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഷീലോയിൽ നിന്ന്. ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരുമ്പോൾ എന്തു സംഭവിക്കും എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് എപ്പോഴെന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്ന് കഴിയുമ്പോൾ. ഇസ്രായേൽ ജനം ഷീലോയിലേക്ക് ആളയച്ച് എവിടെ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകമാണ് കൊണ്ടുവന്നത്? കെരൂബുകളുടെ മേൽ. ഷീലോയിൽ നിന്ന് ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തോടൊപ്പം ആരെല്ലാമാണ് ഉണ്ടായിരുന്നത്? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ഷീലോയിൽ നിന്ന് കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തതെന്ത്? ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു. ആരുടെ കൂടാരത്തിൽ നിന്നുള്ള ഉഗ്ര അട്ടഹാസമാണ് ഫിലിസ്തീർ കേട്ടത്? ഹെബ്രായരുടെ. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയതാര്? ഫിലിസ്തീർ. കർത്താവിൻ്റെ പേടകം ഹെബ്രായരുടെ കൂടാരത്തിലെത്തിയെന്ന് ഫിലിസ്തീർ മനസ്സിലാക്കിയതെങ്ങനെ? ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെട്ട ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയപ്പോൾ. കർത്താവിൻ്റെ പേടകം ഹെബ്രായരുടെ കൂടാരത്തിലെത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഭയചകിതരായതാര്? ഫിലിസ്തീർ. കർത്താവിൻ്റെ പേടകം ഇസ്രായേലിൻ്റെ കൂടാരത്തിലെത്തി എന്നറിഞ്ഞ ഫിലിസ്തീർ പറഞ്ഞതെന്ത്? പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്, നമ്മൾ നശിച്ചു എന്ന്. പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്, നമ്മൾ നശിച്ചു എന്ന് ഫിലിസ്തീർ പറഞ്ഞതെപ്പോൾ? കർത്താവിൻ്റെ പേടകം ഹെബ്രായരുടെ കൂടാരത്തിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ. മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ആരെ ഞെരുക്കിയ ദേവന്മാരാണ് ഹെബ്രായരുടെ കൂടാരത്തിലെത്തിയത് എന്നാണ് ഫിലിസ്തീർ പറഞ്ഞത്? ഈജിപ്തുകാരെ. എവിടെ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണ് ഹെബ്രായരുടെ കൂടാരത്തിലെത്തിയിരിക്കുന്നത് എന്നാണ് ഫിലിസ്തീർ പറഞ്ഞത്? മരുഭൂമിയിൽ വെച്ച്. മരുഭൂമിയിൽ വെച്ച് എന്തുകൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണ് ഹെബ്രായരുടെ കൂടാരത്തിലെത്തിയതെന്നാണ് ഫിലിസ്തീർ പറഞ്ഞത്? നിരവധി ബാധകൾ കൊണ്ട്. ഹെബ്രായരുടെ കൂടാരത്തിൽ കർത്താവിൻ്റെ പേടകം എത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഫിലിസ്തീരോട് എപ്രകാരം യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്? ധീരതയോടും പൗരുഷത്തോടും കൂടെ. ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഫിലിസ്തീൻ ജനത പറഞ്ഞത്? ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും. എന്തു ചെയ്തില്ലെങ്കിലാണ് ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരുമെന്ന് ഫിലിസ്തീർ പറഞ്ഞത്? ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ. കർത്താവിൻ്റെ പേടകം ഹെബ്രായരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷവും ഫിലിസ്തീനുമായി നടന്ന യുദ്ധത്തിൽ
വിജയിച്ചതാരാണ്? ഫിലിസ്തീർ. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇസ്രായേൽ എന്താണ് ചെയ്തത്? കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. കർത്താവിൻ്റെ പേടകം ഇസ്രായേൽ കൂടാരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നടന്ന യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികൾ നിലംപതിച്ചു? 30,000. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ട ശേഷം ഫിലിസ്തീർ എന്താണ് കൈവശപ്പെടുത്തിയത്? ദൈവത്തിൻ്റെ പേടകം. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഹോഫ്നിയും ഫിനെഹാസും ആരെല്ലാമായിരുന്നു? ഏലിയുടെ പുത്രന്മാർ. ഏതു ഗോത്രജനാണ് യുദ്ധരംഗത്തു നിന്നോടി ഷീലോയിലെത്തിയത്? ബെഞ്ചമിൻ. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്ത് നിന്നോടി എവിടെയാണ് എത്തിയത്? ഷീലോയിൽ. യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തിയ ബെഞ്ചമിൻ ഗോത്രജൻ ചെയ്തിരുന്നതെന്ത്? വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു. യുദ്ധരംഗത്ത് നിന്ന് ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ ഓടിയെത്തുമ്പോൾ വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നത് ആര്? ഏലി. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്ത് നിന്ന് ഷീലോയിലേക്ക് എത്തുമ്പോൾ എന്തിനെക്കുറിച്ച് ആകുലചിത്തനായി ഇരിക്കുകയായിരുന്നു ഏലി? ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. യുദ്ധരംഗത്തെ വാർത്ത ദൂതൻ പട്ടണത്തിൽ അറിയിച്ചപ്പോൾ പട്ടണവാസികൾ ചെയ്തതെന്ത്? മുറവിളി കൂട്ടി. യുദ്ധരംഗത്തെ വാർത്ത ദൂതൻ അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടിയത് കേട്ട് എന്താണ് ഈ മുറവിളി എന്ന് ചോദിച്ചതാര്? ഏലി. ഏലിയുടെ അടുത്തെത്തിയ ദൂതൻ പറഞ്ഞതെന്ത്? ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ്. ഞാൻ പടക്കളത്തിൽ നിന്നും രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ ഏലി പറഞ്ഞതെന്ത്? മകനെ, എന്തു സംഭവിച്ചു? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനെഹാസിനെയും ഫിലിസ്തീർ വധിച്ച വിവരം ആരാണ് ഏലിയെ അറിയിച്ചത്? യുദ്ധരംഗത്ത് നിന്ന് ഓടിയെത്തിയ ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. എന്തു കേട്ടപ്പോഴാണ് ഏലി വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞത്? ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ. ഏലിയുടെ മരണം എപ്രകാരമായിരുന്നു? പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞ് കഴുത്തൊടിഞ്ഞ്. എത്രാം വയസ്സിലാണ് ഏലി മരണപ്പെട്ടത്? 98-ാം വയസ്സിൽ. ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 40 വർഷം. മക്കളുടെ മരണവിവരം അറിയുന്ന സമയത്ത് 98 വയസ്സുണ്ടായിരുന്ന ഏലി ഏത് അവസ്ഥയിലുമായിരുന്നു? മിക്കവാറും അന്ധനുമായിരുന്നു. ഏലിയുടെ ഏതു മകൻ്റെ ഭാര്യയ്ക്കാണ് അമ്മായിയപ്പനും ഭർത്താവും മരിച്ച സമയത്ത് പ്രസവ സമയം അടുത്തിരുന്നത്? ഫിനെഹാസിൻ്റെ. എന്തു കേട്ടപ്പോഴാണ് ഏലിയുടെ ഗർഭിണിയായ മരുമകൾ വേദന ശക്തിപ്പെട്ട് ഉടനെ പ്രസവിച്ചത്? ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ. ഭയപ്പെടേണ്ട, നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് ഫിനെഹാസിൻ്റെ ഭാര്യയോട് പറഞ്ഞതാര്? അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ. ഫിനെഹാസിൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞിനു നൽകിയ പേര് ഇക്കാബോദ്. ആരാണ് ഫിനെഹാസിൻ്റെ പുത്രന് ഇക്കാബോദ് എന്ന പേരു നൽകിയത്? ഫിനെഹാസിൻ്റെ ഭാര്യ. എന്തു പറഞ്ഞുകൊണ്ടാണ് ഫിനെഹാസിൻ്റെ ഭാര്യ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടത്? മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാലാണ് മഹത്വം ഇസ്രായേലിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു എന്ന് ഫിനെഹാസിൻ്റെ ഭാര്യ വീണ്ടും പറഞ്ഞത്? ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ.